നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രമേഹത്തിന്റെ ഗുരുതരമായ സങ്കീർണതകളിലൊന്നാണ് കാലുകളെ ബാധിക്കുന്ന അവസ്ഥ. ഈ വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. പ്രമേഹ പാദരോഗത്തെക്കുറിച്ച് ഇന്ന് നമ്മളുടെ കൂടെ സംസാരിക്കുന്നതിനായി ചേരുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബെന്നി പുഞ്ചക്കോണമാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, എന്താണ് പ്രമേഹ പാദരോഗം? പ്രമേഹം കാലുകളെ ബാധിക്കുന്നത് എപ്പോഴാണ് ഡോക്ടർ? പാദങ്ങളുടെ ഞരമ്പുകളെ ബാധിക്കുന്നത് എങ്ങനെയാണ് ഡോക്ടർ? പ്രമേഹം എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു രോഗമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മുടെ ഹാർട്ട്, സ്കിൻ, കണ്ണ്, കിഡ്നി ഇവയെല്ലാം ബാധിക്കും. പക്ഷേ നമ്മൾ പാദത്തെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടും അറിയാതെയും അവഗണിക്കുന്ന ഒരു അസുഖമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു പ്രമേഹമുള്ള രോഗിക്ക് പാദത്തിൽ അതിന്റെ സങ്കീർണതകൾ വരുമ്പോഴാണ് അതിനെ പ്രമേഹ പാദരോഗം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ആ പാദത്തിന് നാഡീ സംബന്ധമായ അസുഖങ്ങൾ, അതുമൂലം സ്പർശനശേഷി ഇല്ലായ്മ, രക്തക്കുഴലുകളുടെ ബ്ലോക്ക്, അതായത് വാസ്കുലാർ കോംപ്രമൈസ് എന്ന് പറയും നമ്മൾ, രക്ത ഓട്ടമില്ലായ്മ, ഇതെല്ലാം മൂലം നമ്മുടെ കാലിൽ വ്രണം, അതുപോലെ അഴുകിപ്പോകുന്ന അവസ്ഥ എന്നിവ ഉണ്ടാകുകയും ആംബ്യൂട്ടേഷനിലേക്ക് ചെന്നെത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. ഇതാണ് പ്രമേഹ പാദ രോഗത്തിന്റെ ഒരു രീതി. പ്രമേഹം നമ്മുടെ പാദങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്ത്, ദൈവം സൃഷ്ടിച്ച നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് വർക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാദത്തിന്റെ ഘടന ആണ്. എന്തെന്നാൽ അത് ഒരു 26 ബോൺസ് ഉണ്ട്, എല്ലുകളുള്ള ഒരു അവയവമാണ് പാദം എന്ന് പറയുന്നത്. 33 മസിലുകളും 33 ജോയിന്റുകളും ചേർന്ന മനോഹരമായി നിർമ്മിക്കപ്പെട്ട ഒരു വസ്തുവാണ് പാദം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അത്രയും ശ്രദ്ധ പാദത്തിന് കൊടുത്തെങ്കിൽ മാത്രമേ പാദരോഗം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രമേഹമുള്ള രോഗികളും പ്രമേഹ പാദരോഗമുള്ള രോഗികളെയും തമ്മിൽ ബന്ധിപ്പിച്ചു നോക്കിയാൽ പ്രമേഹ പാദരോഗമുള്ള രോഗികൾ 4 മടങ്ങ് ആശുപത്രിയിൽ കഴിയുന്ന അവസ്ഥ, ആശുപത്രിയെ ആശ്രയിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉള്ളത്. ഇപ്പോൾ പ്രമേഹ പാദരോഗം പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രമേഹ പാദരോഗം വരാതിരിക്കാൻ നമ്മൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. എപ്പോഴാണ് ആരൊക്കെയാണ് ഈ പ്രമേഹ പാദരോഗം ശ്രദ്ധിക്കേണ്ടത്? അതായത് പ്രമേഹം തുടങ്ങി ഒരു 5 വർഷം കഴിഞ്ഞവർ തീർച്ചയായും പ്രമേഹ പാദരോഗം ഉണ്ടോ, അല്ലെങ്കിൽ പ്രമേഹ പാദരോഗം വരാൻ സാധ്യതയുണ്ടോ എന്ന് എപ്പോഴും നമ്മൾ ഡോക്ടറെ കണ്ട് തേടേണ്ടതുണ്ട്. ഏതൊക്കെ അവസ്ഥയിലാണ് നമ്മുടെ പാദങ്ങൾക്ക് പ്രമേഹ രോഗം ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്, പ്രമേഹ പാദരോഗം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ പ്രമേഹം ബാധിച്ച് ഒരു 5-6 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഞരമ്പുകളെ ബാധിക്കും, നാഡീനരമ്പുകളെ ബാധിക്കും. നാഡിയെ ബാധിച്ചു കഴിഞ്ഞാൽ സ്പർശനശേഷി ഇല്ലാതെയാകും. സ്പർശനശേഷി ഇല്ലാതെയായി കഴിഞ്ഞാൽ നമ്മുടെ കാലുകളിൽ സമ്മർദ്ദ ബിന്ദുക്കൾ, അതായത് പ്രഷർ പോയിന്റ്സ് എന്ന് പറയുന്ന ഏരിയാസ് ഉണ്ട്. അവിടെയെല്ലാം കലോസിറ്റി അല്ലെങ്കിൽ തടുപ്പുകൾ ഉണ്ടാകും. ആ തടുപ്പുകളാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു വസ്തുത. പിന്നെ രണ്ടാമതായി, നമ്മുടെ കാലിൽ എപ്പോഴെങ്കിലും മുറിവുകൾ വന്നിട്ട് ഉണങ്ങാതെയുള്ള അവസ്ഥ. മൂന്നാമതായി, നമ്മുടെ ജോയിന്റ്, അതായത് കാലിന്റെ ജോയിന്റുകൾ, അതായത് തള്ളവിരലിന്റെ ജോയിന്റ്, വിരലുകളുടെ ജോയിന്റ്, ഇതൊക്കെ നമ്മൾക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം ആ ജോയിന്റുകളുടെ ഫ്ലെക്സിബിലിറ്റി കുറയുന്ന ഒരവസ്ഥ ഉണ്ടാകുക, പിന്നെ കാലിൽ രക്തയോട്ടം കുറയുന്ന ഒരവസ്ഥ ഉണ്ടാവുന്ന ഒരു രീതി. ഇത്രയും ഉള്ള ആൾക്കാർ എപ്പോഴും നമ്മൾ ഒരു പ്രമേഹ പാദരോഗം ഉണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറെ കണ്ട് അത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. ഹലോ വ്യക്തമാണ് ഡോക്ടർ. ഈ സങ്കീർണാവസ്ഥ എങ്ങനെ തടയാം ഡോക്ടർ? ആരെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഈ പ്രമേഹ പാദരോഗം എന്നുള്ളത് നമ്മൾ പ്രമേഹം എന്ന് കണ്ടുപിടിച്ചോ അന്ന് മുതൽ തന്നെ ചികിത്സ
എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. പ്രോപ്പർ ഡയബറ്റിക് കൺട്രോൾ, ഡയബറ്റീസിന്റെ അതായത് പ്രമേഹ രോഗം നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു സംഭവം. നമ്മൾ ഒറ്റമൂലികളെ തേടിപ്പോകാതെ ശാസ്ത്രീയമായി പ്രമേഹ രോഗം ചികിത്സിച്ച് ഭേദമാക്കുക, ചികിത്സിച്ച് കൺട്രോളിൽ കൊണ്ടുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടന. പിന്നെ എല്ലാവരും പറയുന്നത് പോലെ നമ്മുടെ മുഖത്തിന് ഒരുപാട് പ്രാധാന്യം നമ്മൾ കൊടുക്കും. എന്നും 2-3 വട്ടം സോപ്പ് തേച്ച് കഴുകുകയും കണ്ണാടിയിൽ നോക്കുകയൊക്കെ ചെയ്യും. പക്ഷെ കാല് നമ്മൾ എപ്പോഴും ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒരു അവയവമായി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കാലിന് മുഖത്തിന് കൊടുക്കുന്നതിനെക്കാട്ടും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ കാലിന് മുഖത്തിന് കൊടുക്കുന്നതിനെക്കാട്ടും പ്രാധാന്യം കൊടുത്ത് മാത്രമേ നമ്മൾക്ക് ഇത് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പാദരക്ഷകൾ ധരിക്കുക. പ്രത്യേകിച്ച് ഡയബറ്റീസ്, പ്രമേഹ രോഗമുള്ളവർ എപ്പോഴും പാദരക്ഷകൾ ധരിക്കണം. പാദരക്ഷകൾ വീട്ടിലായാലും പുറത്തായാലും എപ്പോഴും പാദരക്ഷകൾ ധരിക്കണം. പാദരക്ഷ ധരിക്കാൻ പറ്റാത്ത ഇടങ്ങളുണ്ട്, അതായത് പള്ളികൾ, അമ്പലങ്ങൾ, ഇവയെല്ലാം സന്ദർശിക്കുമ്പോൾ നമ്മൾ അതിന്റെ ടൈമിംഗ് ഒന്ന് മാറ്റണം. ഈ ചൂടുള്ള സമയത്തും വെയിലുള്ള സമയത്തും സന്ദർശിക്കാതെ ഏർലി മോർണിംഗ്, അതായത് വെളുപ്പിന് പോയി അമ്പലത്തിൽ പോയി തൊഴുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അഥവാ ഉച്ചയ്ക്കോ വെയിലത്തൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഒരു സോക്സ് കാലിൽ ധരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള ചൂടുള്ള സ്ഥലത്ത് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പാദരക്ഷ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പാദരോഗം പ്രിവെന്റ് ചെയ്യാനായിട്ട്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഡയബറ്റിക് കൺട്രോൾ, രണ്ടാമത് കാലിന്റെ സുരക്ഷ, അതായത് മുഖം നമ്മൾ വൃത്തിയാക്കുന്നത് പോലെ, മുഖം സംരക്ഷിക്കുന്നത് പോലെ തന്നെ പാദത്തെ സംരക്ഷിക്കണം. മൂന്നാമത് പാദരക്ഷ, അതായത് ചെരുപ്പുകൾ നമ്മൾ ധരിക്കാൻ ശ്രമിക്കണം. വീട്ടിലായാലും പുറത്ത് നടക്കുന്നതായാലും പ്രമേഹ രോഗികൾ എപ്പോഴും ചെരുപ്പ് ധരിക്കുവാനായിട്ട് സാധിക്കണം. ഡോക്ടർ, പ്രമേഹം കാലുകളെ ബാധിച്ചാൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? എന്തെല്ലാം സൂചനകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? തീർച്ചയായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രമേഹ രോഗികളെ ഹൈ റിസ്ക് ഗ്രൂപ്പായിട്ട് നമുക്ക് കണക്കാക്കാം. ചില രോഗികളെ, അതായത് ഒന്നാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓഫ് ജോയിന്റ് മൊബിലിറ്റി എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ കാലിന്റെ തള്ളവിരല് ഇങ്ങനെ 90 ഡിഗ്രി നമുക്ക് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാൻ സാധിക്കുകയും, പക്ഷേ പ്രമേഹം ബാധിച്ച് നമ്മുടെ ജോയിന്റ് മൊബിലിറ്റി കുറയുന്ന ഒരവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന ആർക്കെങ്കിലും 90 ഡിഗ്രീസ് നമ്മുടെ ജോയിന്റ് ഫ്ലെക്സ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ തോന്നുകയാണെങ്കിൽ അതൊരു ഹൈ റിസ്ക് ഫൂട്ടായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. രണ്ടാമത് സ്പർശനശേഷി ഇല്ലായ്മ നമ്മൾക്ക് ഒരു ഹൈ റിസ്ക് ഫൂട്ടായിട്ടാണ് കണക്കാക്കുന്നത്. മൂന്നാമത് ഇത് നമ്മുടെ ന്യൂറോപ്പതി, ഇസ്കീമിയ, അതായത് വാസ്കുലാർ ബ്ലോക്കേജ്, രക്തക്കുഴലുകളുടെ അടപ്പ്, ഇവ ഉള്ള കാലുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ സമ്മർദ്ദ ബിന്ദുക്കളിൽ വരുന്ന കലോസിറ്റി, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സമ്മർദ്ദ ബിന്ദുക്കളിൽ വരുന്ന തടിപ്പ് അഥവാ കലോസിറ്റിയാണ് ഏറ്റവും ആദ്യം പ്രാരംഭ ഘട്ടത്തിൽ പ്രമേഹ പാദരോഗവുമായി സംബന്ധിച്ച് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് നമ്മൾ അവഗണിക്കാതെ പോവും, കാരണം രോഗിക്ക് സ്പർശനശേഷി ഉണ്ടാകുകയില്ല. ആയതിനാൽ ഈ തടുപ്പ് കാലിൽ തറയിൽ ഉരഞ്ഞുരഞ്ഞ് അതിൽ വ്രണമുണ്ടായി, അതിൽ ഇൻഫെക്ഷനായി നമ്മുടെ രോഗി ഡോക്ടറുടെ അടുത്ത് വരുന്നത് എപ്പോഴും അതൊരു ഭയങ്കര വ്രണമായി ദുർഗന്ധം വമിക്കുന്ന സമയത്തായിരിക്കും പേഷ്യന്റ് വരുന്നത്. അതാണ് ഏറ്റവും പ്രാഥമികമായി നമ്മൾ കാണുന്ന പാദരോഗത്തിന്റെ ലക്ഷണം. രണ്ടാമത് കാൽ വിരലുകൾക്കിടയിൽ ഉണ്ടാകുന്ന പൂപ്പൽ ബാധ, അത് വളരെ കോമൺ ആയിട്ട് കാണുന്നത്. നമ്മുടെ കാലിന് മൊബിലിറ്റി വിരലിന് മൊബിലിറ്റി കുറയുമ്പോഴത്തേക്കിന്, ചലനം കുറയുമ്പോഴത്തേക്കിന് ഈ കാലിടുക്കുകളിൽ പൂപ്പൽ ബാധിച്ച് ഇരിക്കുന്ന ഒരവസ്ഥ, ഈർപ്പം തട്ടി പൂപ്പൽ ബാധിച്ചിരിക്കുന്ന ഒരവസ്ഥ, അത് ഒക്കെ ക്രമേണ വ്രണങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂട്ടുകയാണ്. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രമേഹ രോഗി എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് പനി ഉണ്ടാകുക, പ്രമേഹ രോഗിക്ക് പനി ഉണ്ടാകുക. നമ്മൾ സാധാരണഗതിയിൽ ഒരു പനി ഉണ്ടായി കഴിഞ്ഞാൽ അത് തൊണ്ടവേദന അല്ലെങ്കിൽ
കഫക്കെട്ട് അങ്ങനെ പറഞ്ഞ്, മൂക്കൊലിപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് നിഷേധിക്കാറുണ്ട്. പക്ഷേ പ്രമേഹ രോഗിക്ക് എപ്പോഴും ഒരു പനി ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാദം നമ്മൾ പരിശോധിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ചെറിയ പഴുപ്പ് കെട്ടുകൾ ആണ് ഈ പനിയിലേക്ക് ചെന്നെത്തിക്കുന്നത്. അപ്പൊ നമ്മൾ പാദങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മൾ പനിയെ പാരസെറ്റമോൾ മാത്രം കൊടുത്ത് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് കൂടുതൽ സങ്കീർണതകളിലേക്ക് പോയി വ്രണമുണ്ടായി കാൽ മുറിച്ചു മാറ്റപ്പെടേണ്ട അവസ്ഥയിലേക്ക് പോകും. അതിനാണ് നമ്മൾ പറയുന്ന ഫുട്ട് അറ്റാക്ക്, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് പോലെ ഒരു അവസ്ഥയാണ്. അതിന് നമ്മൾ ഫുട്ട് അറ്റാക്ക് എന്ന് പറയും. അതായത് ഒരു പനിയുള്ള രോഗി, നമ്മൾ ഡയബറ്റിക് രോഗി പനിയായിട്ട് വരുമ്പോൾ നമ്മുടെ പാദം കൂടി നമ്മൾ പരിശോധിച്ച് പാദത്തില് ചെറിയ ചെറിയ പഴുപ്പുകെട്ടോ വ്രണമോ ഒന്നുമില്ല എന്നും ഉറപ്പുവരുത്തേണ്ട അത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് സാധാരണഗതിയിൽ നമ്മൾ ലക്ഷണങ്ങളായി പ്രമേഹപാത രോഗവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. ശരി ഡോക്ടർ, പ്രമേഹം കാലുകളെ ബാധിച്ചാലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ സങ്കീർണതകൾ എന്തെല്ലാമാണ് ഡോക്ടർ? പ്രമേഹം കാലുകളെ ബാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണുബാധ. നമ്മുടെ ശരീരത്തെ മുഴുവനും അണുബാധ പടരുകയും നമ്മുടെ വിവിധ അവയവങ്ങളെ ബാധിക്കുകയും മരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ. നമ്മൾ ഇത് ഈ പ്രമേഹ രോഗികൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിരിക്കും. അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ചില വസ്തുക്കൾ നമ്മുടെ ശരീരത്തുണ്ട്. അത് ഫങ്ഷൻ ചെയ്യത്തില്ല. അതായത് ഒരു പനിയോ ഒന്നും ഉണ്ടാവത്തില്ല. കാലില് ഡയബറ്റീസ് രോഗികൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരാൾക്ക് ഇൻഫെക്ഷൻ വരുമ്പോൾ അത് പനിയും വിറയലുമായിട്ടൊക്കെ നമ്മൾ കാണിക്കുകയും ചെയ്യും. പക്ഷേ ഒരു മുള്ള ഒരു ആൾക്ക് ഇപ്പം എന്ത് ഇൻഫെക്ഷൻ വന്നാലും, ഇപ്പം കരളിലൊരു ഇൻഫെക്ഷൻ വന്നാലും അത് കുറേ നാളത്തേക്കിന് പുറത്ത് കാണിക്കത്തില്ല. അത് വളരെ സങ്കീർണമായതിനു ശേഷം മാത്രമേ പുറത്ത് കാണിക്കുകയുള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു ദുർഘടം പിടിച്ച ഒരു അവസ്ഥ. സിവിയർ ഇൻഫെക്ഷൻ, അത് അണുബാധ ക്രമേണ നമ്മുടെ ശരീരത്തിലേക്ക്, രക്തക്കുഴലിലേക്ക് കയറി നമ്മുടെ എല്ലാ അവയവങ്ങളെയും ബാധിച്ച് മൾട്ടി ഓർഗൻ ഫെയിലിയറായി പേഷ്യന്റ് മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുരുതരാവസ്ഥ. പിന്നെ ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻ, ഓസ്റ്റിയോമൈലൈറ്റിസ്, ചെറുതായിട്ടുള്ള പഴുപ്പുകെട്ട് നമ്മുടെ എല്ലുകളിലേക്ക് ബാധിക്കുന്നു, എല്ലുകൾ റിമൂവ് ചെയ്യപ്പെടേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. പിന്നെ കുഴലുകൾ അടഞ്ഞ് രക്തഓട്ടം കുറഞ്ഞ് ആ ഭാഗം കറുത്തു പോകുന്ന അവസ്ഥ, ഗാംഗ്രീൻ ആകുന്ന അവസ്ഥ, അവിടെയും നമ്മൾ അത് മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. ഇതാണ് ഏറ്റവും കൂടുതൽ സങ്കീർണമായ പ്രമേഹപാത രോഗത്തിന്റെ ഏറ്റവും കൂടുതൽ സങ്കീർണമായ അവസ്ഥകൾ. ഒന്ന് സിവിയർ ആയിട്ടുള്ള അണുബാധ, രണ്ടാമത് ഓസ്റ്റിയോമൈലൈറ്റിസ്, അതായത് എല്ലുകളെ ബാധിക്കുന്ന അവസ്ഥ, മൂന്നാമത് രക്തക്കുഴലിൽ അടഞ്ഞ് നമ്മുടെ കാലിന്റെ ഭാഗങ്ങൾ കറുത്തു പോകുന്ന അവസ്ഥ, നാലാമതായിട്ട് നമ്മളുടെ ഈ കറുത്തു പോകുന്ന അവസ്ഥയിലുണ്ടായ കാലുകളെ അല്ലെങ്കിൽ പാദത്തിന്റെ ഭാഗങ്ങളെ നീക്കം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരുന്ന ഒരു അവസ്ഥ. പറഞ്ഞു മനസ്സിലായി. പ്രമേഹം പാദങ്ങളെ ബാധിക്കുന്ന സാഹചര്യത്തിൽ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാമാണ് ഡോക്ടർ? മരുന്നുകൊണ്ട് മാറ്റാനാകുന്നതാണോ? മരുന്നല്ല ഇതിന് പ്രമേഹപാത രോഗത്തിന് പ്രതിവിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ ജീവിതശൈലി മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. മരുന്ന് കൊണ്ട് നമുക്ക് ഷുഗർ ലെവൽസ്, അതായത് പ്രമേഹത്തെ കൺട്രോൾ ചെയ്ത് വെക്കാം. പക്ഷെ പ്രമേഹപാത രോഗം പ്രിവെന്റ് ചെയ്യണമെങ്കിൽ, അതെങ്കിൽ പാദം സംരക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പാദങ്ങൾ സംരക്ഷിക്കുക തന്നെ വേണം. അതിന് പറയുന്നതാണ് പ്രിവെന്റീവ് പോഡിയാട്രി എന്ന് പറയും. പ്രിവെന്റീവ് പോഡിയാട്രി. ഈ പോഡിയാട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹപാത രോഗ സംരക്ഷണ വിഭാഗത്തിന് വേണ്ടി പറയുന്നതാണ് പോഡിയാട്രി വിഭാഗം എന്ന് പറയുന്നത്. പല ഹോസ്പിറ്റലുകളിലും പോഡിയാട്രി വിഭാഗമുണ്ട്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഷുഗർ കൺട്രോൾ ചെയ്യുക, ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക, പ്രമേഹം കൺട്രോൾ ചെയ്യുക. അതിനകത്ത് മരുന്ന് ഉപയോഗിക്കാം, ഗുളികകൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം, ഇൻസുലിൻ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം. പിന്നെ ആഹാര രീതി, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, എക്സസൈസ്, വെയിറ്റ് റിഡക്ഷൻ, ഇതിലൂടെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാം. എപ്പോഴും ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് കോംപ്ലിക്കേഷനിലേക്ക് ചെന്നെത്തുന്ന അവസ്ഥ വളരെ ചെറുതായിരിക്കും. ഓക്കെ ഡോക്ടർ. പ്രേക്ഷകൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്, കായംകുളത്ത് നിന്ന് രോഹൻ. ഡോക്ടറോട് ചോദിച്ചോളൂ.
ഡോക്ടറെ, ഇത് എനിക്ക് മുമ്പിൽ വന്ന ആളാണ്. ഞാനിപ്പോ എന്ന് വെച്ചാൽ അതിന്റെ പിന്നിൽ വന്ന ആളാണ്. എന്റെ പേര് ചന്ദ്രൻ നായർ, തിരുവനന്തപുരമാണ്. ഓക്കെ, പറഞ്ഞോളൂ. ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. എന്നോടാണോ, ചന്ദ്രൻ നായരോടാണോ? അതെ അതെ, ചോദിച്ചോളൂ. സാറേ, എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറമ്പിൽ പണിയെടുക്കുന്ന ആളാണ്. അപ്പോൾ ഒരു പൊതുവായിട്ടൊരു ചോദ്യമാണ്. അതായത് ചെരുപ്പിടാതെ നമ്മുടെ പറമ്പിൽ പണിയെടുക്കുന്നവർ ധാരാളമായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചോളം എന്താണെന്ന് വെച്ചാൽ, ഞാനും ഇപ്പോൾ ഷുഗറിന്റെ ആ പടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം പറയണം സാർ. മണ്ണുമായിട്ട് കൂടുതൽ സംസർഗമുള്ള സമയത്ത് നമുക്ക് പല അസുഖങ്ങൾ കുറവ് ആകുന്നുണ്ട് എന്നൊരു ധാരണയെ നാട്ടിലുണ്ട്. പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ ഹലോ. ഡോക്ടർ, പറഞ്ഞോളൂ. ഒരിക്കലും നമ്മൾ മണ്ണില് ജോലി ചെയ്താൽ പോലും പാദം സംരക്ഷിക്കാതെ ജോലി ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഉപദേശം. അതായത് നമ്മൾ പാദം സംരക്ഷിച്ചുകൊണ്ട് പാദ സംരക്ഷണ ചെരുപ്പുകൾ ധരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ജോലി ചെയ്യേണ്ടത്. നിങ്ങൾ ഇപ്പം പാടത്തൊക്കെ പണിയുന്നവരാണെങ്കിൽ നമ്മൾ ചിലപ്പം മണ്ണ് മാത്രമല്ല അതിനകത്തുള്ളത്, ഈ കുപ്പിച്ചില്ല്, ആണി, അങ്ങനെയുള്ള ചെറിയ മുള്ളുകൾ, ഇതെല്ലാം നമ്മുടെ കാലിൽ കുത്തി വ്രണമുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല. കാരണം പ്രമേഹ രോഗികൾ എപ്പോഴും പ്രമേഹ രോഗികൾക്കിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്പർശനശേഷി കുറയുന്ന ഒരു അവസ്ഥയിലായിരിക്കും അവർ നിൽക്കുന്നത്. അപ്പോഴ് നമ്മൾക്ക് ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല. അതറിയാതെ വലിയ മുറിവുകളായി അണുബാധയിലേക്ക് എത്തിക്കുമ്പോഴും അല്ലെങ്കിൽ വ്രണത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുമ്പോഴും മാത്രമായിരിക്കും നമ്മൾ അത് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും പ്രമേഹമുള്ള ഒരു രോഗി ഒരിക്കലും ചെരുപ്പില്ലാതെ ഒരു സ്ഥലത്തും ഇറങ്ങരുത് എന്നുള്ളതാണ് ഒരു ഉപദേശം. ചെരുപ്പുകൾ വാങ്ങുമ്പോൾ തന്നെ, ഒരു പ്രമേഹ രോഗി ചെരുപ്പുകൾ വാങ്ങുമ്പോൾ തന്നെ അതിന് പ്രത്യേക ഒരു രീതിയുണ്ട്. ആ ചെരുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ചെരുപ്പ് സാധാരണ ഏത് സമയത്തും സാധാരണഗതിയിൽ ആൾക്കാർ വാങ്ങും. പക്ഷെ ഒരു പ്രമേഹ രോഗി എപ്പോഴും ചെരുപ്പ് വാങ്ങേണ്ടത് വൈകുന്നേരങ്ങളിലാണ്. വൈകുന്നേരങ്ങളിൽ എപ്പോഴും വൈകുന്നേരങ്ങളിൽ വാങ്ങിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കാലില് വൈകുന്നേരമാകുമ്പോഴത്തേക്കിനും ചെറുതായിട്ട് നീര് വരികയും, ഈ ഡയബറ്റീസ് രോഗമുള്ളവർക്ക് ചെറുതായിട്ട് നീര് വരികയും, നമ്മൾ ഇപ്പോൾ രാവിലെ ഒരു ചെരുപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് ആ ചെരുപ്പിൽ കാലിൽ നീരുണ്ടായതുകൊണ്ട് ചെരുപ്പ് വളരെ ടൈറ്റായി മാറും. ആ ടൈറ്റ്നെസ് കാരണം നമ്മുടെ കാലിന് മുറിവുണ്ടാകുകയും വ്രണമുണ്ടാകുകയും ചെയ്യും. അപ്പോൾ പ്രമേഹ രോഗികൾ എപ്പോഴും തന്നെ നീര് കൂടിയിരിക്കുന്ന സമയത്ത് ഉള്ള അളവിലുള്ള ചെരുപ്പ് മാത്രമേ വാങ്ങിക്കാവുള്ളൂ. രണ്ടാമതായിട്ട്, പ്രമേഹ രോഗികൾ ഉപയോഗിക്കുന്ന ചെരുപ്പിലും പ്രത്യേകതകൾ ഉണ്ടാവണം. അതിന്റെ ഇൻസോൾ അകത്ത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കണം, പുറത്ത് നല്ല കട്ടി, ഔട്ട്സോൾ നല്ല കട്ടിയായിരിക്കണം, സ്ട്രാപ്പ് ഉള്ളതായിരിക്കണം. ആ സ്ട്രാപ്പ് എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രാപ്പ് ആയിരിക്കണം. പിന്നെ നമ്മുടെ ആ വിരലുകൾക്ക് 1-2 ഇഞ്ച് മുന്നിലോട്ടായിട്ട് നമ്മുടെ ചെരുപ്പ് നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഇത് പാദരക്ഷ ഡിസൈൻ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാദരക്ഷയുടെ കാര്യത്തിൽ നോക്കേണ്ടത്. അപ്പോൾ ഏത് ജോലി ചെയ്യുന്ന ആളായാലും, പാടത്തായാലും ഓഫീസിലായാലും ഏത് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ആളായാൽ പോലും നമ്മൾ പാദം സംരക്ഷിക്കണമെങ്കിൽ പാദരക്ഷ അത്യാവശ്യമായ ഘടകമാണ്. അതുകൊണ്ട് എന്നോട് ചോദിച്ച അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് ഒരിക്കലും പാടത്ത് ജോലി ചെയ്യുമ്പോൾ, ഈ പ്രത്യേകിച്ച് ഡയബറ്റീസ് രോഗമുള്ള താങ്കളെ പോലുള്ള ആൾക്കാർ ഒരിക്കലും പാദരക്ഷ ഇല്ലാതെ പാടങ്ങളിൽ പണിയെടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഉപദേശം. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. ഡോക്ടർ, നമ്മൾ പറഞ്ഞു നിർത്തിയത് എത്രത്തോളം ചികിത്സിച്ച് ഭേദമാക്കാം ഡോക്ടർ ഈ പ്രമേഹ രോഗം? പ്രമേഹ രോഗം ചികിത്സിച്ച് ഭേദമാക്കുകയല്ല. പ്രമേഹ രോഗം എപ്പോഴും നമ്മൾ